ഞാൻ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇതാ നമ്മുടെ ബൈക്കിന്റെ വ്ളോഗ് ഉണ്ട്, മോട്ടോ വ്ളോഗ് ഇടുന്നത്. സ്മോക്ക് വരും. റെഡി സാർ, ഒന്നടിച്ചേ. നോക്കട്ടെ. അവര് ജസ്റ്റ് ട്രസ്റ്റ് ഓക്കെ. അവരൊന്ന് വണ്ടി ഓടിച്ച് നോക്കിയിട്ട് പറയും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇതാ നമ്മുടെ ബൈക്കിൻ്റെ വ്ളോഗ് ഉണ്ട്, മോട്ടോ വ്ളോഗ് ഇടുന്നത്. എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ വണ്ടിയുടെ സൈലൻസറിൻ്റെ അടിയിൽ ചെറിയ ക്രാക്ക് വീണിട്ടുണ്ട്. ഇവിടെ ക്രാക്ക് വീണിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് അവിടെ വെൽഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഹെൽമെറ്റിൽ ഗോപ്രോയും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി എന്തായാലും നമ്മൾ പോണ വഴിക്കുള്ള കാര്യങ്ങളും എല്ലാം ഞാൻ പറയാം. അപ്പോൾ എന്തായാലും പോവാം. അപ്പോൾ നമ്മൾ വണ്ടി എടുത്തെല്ലാം സെറ്റായി. അപ്പോൾ നല്ലൊരു മഴ പെയ്തുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പോൾ ഇത് വെൽഡ് ചെയ്യാൻ പോവാണ്. പിന്നെ നമുക്ക് ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട്, നോക്കണില്ല, സീൻ ചെയ്യണില്ല, മെസ്സേജ് എന്താ റീപ്ലൈ വരാത്തതെന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് നോക്കാൻ പറ്റാതെയാണ്, കാണുന്നില്ല. നമ്മുടെ മെസ്സേജസ് ഒരുപാട് മെസ്സേജസ് വരുന്നതുകൊണ്ട് നമുക്ക് റീപ്ലൈ തരാൻ പറ്റണില്ല. അതാണ് മെയിനായിട്ടുള്ള പ്രശ്നം, അല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പോൾ ഇനി എന്നെക്കൊണ്ട് പറ്റാവുന്ന അത്ര പേർക്ക് ഞാൻ റീപ്ലൈ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആരും അതോടെ വിഷമിക്കേണ്ട. ഞാൻ എന്തായാലും കാണാൻ ഞാൻ മെസ്സേജ് അയക്കും. ഓക്കെ, ഇനിയിപ്പോൾ എന്തായാലും വണ്ടി എടുത്തിട്ട് ഞാൻ ഏകദേശം ഒരു മാസമായി. ഒരു മാസത്തിന് ശേഷമാണ് ഞാൻ വണ്ടി എടുത്തത്. വണ്ടി റോഡിൽ ഇറക്കിയപ്പോൾ എങ്ങനെയായി, മൂഞ്ചലായി. അപ്പോൾ ഇനിയിപ്പോൾ വണ്ടി വെൽഡ് ചെയ്യണമെങ്കിൽ അടിയിൽ അണ്ടർവെല്ല് കഴിക്കണം, കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ ബൈക്ക് എടുത്തിട്ട് എപ്പോൾ പുറത്തിറങ്ങണോ അപ്പം മഴ പെയ്യും. ഇന്നെന്തോ മഴയില്ല, പക്ഷെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്തില്ല, മഴ ഉണ്ടായിരുന്നു ഗൈസ്. സ്മോക്ക് വരും. റെഡി സാർ, ഒന്നടിച്ചേ. എന്റെ അണ്ണാക്കിലോട്ട് കുത്തിക്കറ്റല്ല പറഞ്ഞത്. ഓനെ അതെന്തത്? അതെ ഗൈസ്, ഇപ്പോൾ സമയം ഏകദേശം 1 മണിയായിട്ടുണ്ട്. ഇപ്പോൾ പോയിട്ടാണ് കൊടുക്കാൻ പോണത്. ഇനിയിപ്പോൾ പറ്റുമോയെന്ന് അറിയില്ല, ഇനിയിപ്പോൾ നാളേക്ക് വരാൻ പറയുമെന്നും അറിയില്ല. ഫുഡ് ടൈമായി. അപ്പോൾ എന്തായാലും ബാക്കി അവിടെ പോകുമ്പോൾ നോക്കാം. പിന്നെ ഗൈസ്, ഈ വീഡിയോ ഞാൻ നാളേക്ക് പോസ്റ്റ് ചെയ്യണമായിരിക്കും. അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഇടാം. ഇത് എങ്ങനെ ഞാൻ ഫൈൻഡ് ചെയ്തതെന്ന് വെച്ചാൽ, ഈ സൗണ്ട് ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് ഭയങ്കരമായിട്ട് കേൾക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ഫ്രണ്ടിൽ നിന്നാണ് നല്ല സൗണ്ട് അടിച്ചിട്ടുണ്ടായിരുന്നു. ഫ്രണ്ട് സൈലൻസറിൻ്റെ അടിയിൽ നിന്ന് ഒരു ഒരു ബബിളിൻ്റെ സൗണ്ടൊക്കെയാണ് വണ്ടിയിൽ കേട്ടുകൊണ്ടിരിക്കണേ. പിന്നെ മൈലേജ് ഷോർട്ടാകാൻ ഭയങ്കര ചാൻസാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ശരിയാക്കിയില്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, വണ്ടി നമ്മുടെ സൈലൻസറിൻ്റെ വെള്ളയുടെ കാര്യങ്ങളും ആൻഡ് പ്ലസ് പിന്നെ നമ്മുടെ വണ്ടി വാട്ടർ വാഷ് ചെയ്യണത് കാര്യങ്ങളൊക്കെയാണ് ഞാൻ ചെയ്യാൻ പോണത്. വണ്ടിയുടെ അടിയിലെ പൈപ്പില്ലേ, നമ്മൾ ഇറങ്ങണ ജോയിൻറ്റ് പൈപ്പ് എവിടെയില്ല, ഇവിടെ ക്രാക്കായി. വെൽഡ് ചെയ്യണം. ഓക്കെ കുട്ടി. അപ്പോൾ വണ്ടി എന്തായാലും സെറ്റായിട്ടുണ്ട്. ഇതിന് നമ്മൾ വെൽഡ് ചെയ്യാൻ അടിയിലെ പൈപ്പ് ക്രാക്കായി. സൈലൻസറിലേക്ക് പോണത്. ഇവിടെ
അപ്പോൾ ഓക്കെ ഗൈസ്, വണ്ടി ഒന്ന് ചൂടാറാൻ വേണ്ടി ഇപ്പോൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നല്ലൊരു പണിയാണ് കിട്ടിയിരിക്കുന്നത്. ഇതുണ്ട് ഈ ഭാഗത്തായിട്ടാണ്. അപ്പോൾ ചൂടാറണം, ഇത് ഹീറ്റൊക്കെ ആറിയിട്ട് അലുമിനിയം വെൽഡ് ചെയ്യാനുള്ള പരിപാടിയാണ്. ഓക്കെ, അപ്പോൾ ബാക്കി എന്തായാലും വെൽഡ് ചെയ്യുന്ന കാര്യങ്ങൾ കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ പണി തുടങ്ങിയിട്ടുണ്ട്, വണ്ടി അവർ അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഗൈസ്, അപ്പോൾ അണ്ടർബെല്ലി അയച്ചിട്ടുണ്ട്. ഇപ്പോൾ അണ്ടർബെല്ലിൻ്റെ അയച്ചിട്ടുള്ള ഇത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇതൊന്ന് വെൽഡ് ചെയ്യണം. വെൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളിൽ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ വെൽഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും വെൽഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി വാട്ടർ വാഷ് ചെയ്യാനാണ്. വണ്ടി അവിടെ വെൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വണ്ടി വെൽഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ അണ്ടർവെല്ല് കാര്യങ്ങൾ കയറ്റി കഴിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവിടുത്തെ പണി കഴിഞ്ഞു. വാട്ടർ വാഷ് ചെയ്യാൻ പോവാം. ഓക്കെ, അപ്പോൾ ഗൈസ് വണ്ടിയെല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾക്ക് ഓക്കെ, അപ്പോൾ വണ്ടി സൗണ്ട് കപ്പിച്ച് ഓക്കെ സെറ്റാണ്. ഇപ്പോൾ വണ്ടി സൗണ്ടും കാര്യങ്ങളെല്ലാം അടിപൊളിയാക്കി വണ്ടി ഫിനിഷിങ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ വണ്ടി നമ്മൾ വാട്ടർ വാഷ് ചെയ്യാൻ പോകണം. ഇപ്പോഴാണെങ്കിൽ നല്ല മഴയും വരുന്ന ഒരു ഫീൽഡിലാണ് നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വാട്ടർ വാഷ് ചെയ്യാൻ പോവാം. ഇപ്പോൾ സൈലൻസറിലെ ക്രാക്കും കാര്യങ്ങളെല്ലാം നമ്മളിപ്പോൾ മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും വാട്ടർ വാഷ് ചെയ്യാൻ പോവാം. ഇനി വാട്ടർ വാഷ് ചെയ്യണ അവിടെ തിരക്കുണ്ടെങ്കിൽ നാളെ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ വീഡിയോ വാട്ടർ വാഷ് ചെയ്യണത് പിന്നെ എടുക്കൽ സ്കിപ്പ് ചെയ്യും. ഓക്കെ, വണ്ടി എടുത്തിട്ട് കുറേ ആയതുകൊണ്ടാണ് ഗായസ് ഒരു വണ്ടി മൊത്തം ഒരു വലിവ്. ഓക്കെ ഗായസ്, ഞാനിപ്പോൾ ഷോറൂമിൽ എത്തിയിട്ടുണ്ട്. KTM ഷോറൂമിലാണ് ഉള്ളത്. അപ്പോൾ വണ്ടി അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ ക്ലച്ചിൻ്റെ കാര്യം, ക്ലച്ച് ഭയങ്കര ടൈറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ക്ലച്ചിൻ്റെ കേബിൾ മാറ്റണം എന്നാണ് പറയുന്നത്. നോക്കട്ടെ, അവർ ടെസ്റ്റ് ഓക്കെ ഗായസ്, അവരൊന്ന് വണ്ടി ഓടിച്ച് നോക്കിയിട്ട് പറയും. വണ്ടി ചെക്ക് ചെയ്തിട്ട് പറയാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. എന്താ അവസ്ഥ? കുഴപ്പമൊന്നുമില്ലല്ലോ. കഴിഞ്ഞില്ലേ? ശരി, ഓക്കെ, ശരി കേട്ടോ, താങ്ക് യു. ശരി ഗൈസ്, വണ്ടി എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിവിടുന്ന് കഴിഞ്ഞു. ഇവിടെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ വണ്ടി വാട്ടർ വാഷ് ചെയ്യണം. അത് നാളേക്ക് ചെയ്യാം. വാട്ടർ വാഷ് ചെയ്യണം. വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ഇടേണ്ടി വരുന്നതാണ് തോന്നുന്നത്. ഇപ്പോൾ നമ്മളെന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. വണ്ടി വെൽഡ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ കാര്യങ്ങളെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ക്ലച്ചിൽ പ്രോബ്ലം വരാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 1 മാസമായിട്ട് വണ്ടി നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു കുഴപ്പമാണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ വണ്ടി വാട്ടർ വാഷ് ചെയ്യുന്ന വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇടുന്നതായിരിക്കും. എന്തായാലും നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.